ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനവും ആണിക്കല്ലുമായി നിലകൊള്ളുന്ന കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദുഃഖവെള്ളിയാഴ്ച എന്ന് നമ്മൾ പറയുന്ന ആ ദിവസമാണ് കർത്താവ് കുരിശിൽ മരിക്കുന്നത്. അന്ന് വൈകുന്നേരം സംസ്കരിക്കപ്പെടുന്നു. പിറ്റേ ദിവസം ശനിയാഴ്ച, ശാന്തമായ ദിവസം, ശിഷ്യന്മാരെല്ലാവരും എവിടെയൊക്കെയോ ഓടി ഒളിച്ചു. കൂടെ നടന്നവരെല്ലാം പേടിച്ചു പോയി. കർത്താവിൻ്റെ തിരുശരീരമാകട്ടെ കല്ലറയിൽ നിശബ്ദമിരിക്കുന്നു. ഇനി എന്ത് എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ കാണും. ഇത്രയും കാലം ഞങ്ങൾ വിചാരിച്ചു അവനൊരു വലിയ പ്രവാചകനാണെന്ന്. അവൻ ഇസ്രായേലിനെ വീണ്ടും പ്രതാപമുള്ള ഒരു സാമ്രാജ്യമാക്കി തീർക്കുമെന്ന്, ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവൻ വാഴുമെന്ന്, ഞങ്ങൾ അനുഭവിക്കുന്ന റോമൻ അടിമത്തത്തിൽ നിന്ന് അവൻ ഞങ്ങളെ മോചിപ്പിക്കുമെന്ന്, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ശിഷ്യന്മാർ എവിടെയൊക്കെയോ അവരോടി ഒളിച്ചു. പക്ഷേ എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ കൂടുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, അല്ലെങ്കിൽ ആ കൂടെ നമ്മളൊന്ന് നടന്നു നോക്കുക. കർത്താവ് കൂടെ കൂടിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അവർ പറഞ്ഞു, നീ ഒരു അപരിചിതനാണോ? ഇവിടെ നടന്ന കാര്യമൊന്നും നീ കേട്ടില്ലേ? എന്ത് കാര്യം? ഈശോ എന്ന് വിളിക്കുന്ന നസ്രായൻ, അവനൊരു വലിയ പ്രവാചകനാണെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷേ ദേ മരിച്ചിട്ട് 3-ാം ദിവസമാണിത്. ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈശോ എന്താണ് ചെയ്യുന്നത്? വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് പ്രവാചകന്മാർ മുഖേന വിവിധ കാലഘട്ടങ്ങളിൽ രക്ഷകനെക്കുറിച്ച്, മിശിഹായെക്കുറിച്ച് പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഭോഷന്മാരെ, എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? ബുദ്ധി മന്ദീഭവിച്ചവരെ, ക്രിസ്തു അഥവാ മിശിഹ ഇതെല്ലാം സഹിച്ച് അവൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? എന്താ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നത്? ലൂക്കാസ് സുവിശേഷകൻ അവിടെ രേഖപ്പെടുത്തുന്നത്, അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അതെ പ്രിയമുള്ളവരെ, ഈ ദുഃഖ ശനിയാഴ്ച ഒരുപക്ഷെ നമ്മളും കണ്ണ് മൂടപ്പെട്ടവരായിരിക്കാം, അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം. പക്ഷെ അവനെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ഈ ദിവസത്തിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. എന്തുകൊണ്ട് കർത്താവ് നിശബ്ദനായിരിക്കുന്നു, കല്ലറയിൽ കഴിയുന്നു? എന്തുകൊണ്ട് തൻ്റെ ശിഷ്യർ ചിന്തിച്ചിരുന്നത് പോലെ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തില്ല? നമ്മളോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എത്രയോ മനോഹരമായ ദൈവാലയങ്ങൾ കോടികൾ മുടക്കി നമ്മൾ പണിതു. ബ്രഹ്മാണ്ഡങ്ങളായ ദേവാലയങ്ങൾ, അതിമനോഹരമായ ദേവാലയങ്ങൾ, ഇന്ന് അവയെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. തുറക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. ഇന്ന് നമ്മളെല്ലാം വീടുകളിലാണ്. സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൗൺ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ അവനെപ്പോലെ നമ്മളും കല്ലറയ്ക്കുള്ളിലാണിപ്പോൾ. ഈ ദുഃഖ ശനിയാഴ്ചയുടെ അർത്ഥമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇതിനപ്പുറത്തൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമ്മളാരും വിചാരിക്കേണ്ട കാര്യമില്ല ഇതാണ് എല്ലാറ്റിൻ്റെയും അന്ത്യമെന്ന്. ഒന്നുമല്ല, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. നമ്മളിവിടെ 1 മാസമോ 15 ദിവസമോ ഒക്കെ ഉള്ളിൽ കഴിയുകയായിരിക്കും. പക്ഷേ ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കേവലം വൃത്തികെട്ട പുഴു, അത് ഏതാനും ദിവസം വെള്ളവുമില്ല, വെളിച്ചവുമില്ല,
വായുവുമില്ല, അനങ്ങാനുള്ള സൗകര്യവുമില്ലാതെ പ്യൂപ്പ എന്ന് പറയുന്ന ആ പേടകത്തിനുള്ളിൽ ഏതാനും ദിവസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നത് എങ്ങനെയാണ്? അതിമനോഹരിയായ ഒരു ചിത്രശലഭമായിട്ടാണ്. എല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ചിത്രശലഭം. നമ്മളെ സംബന്ധിച്ചൊരു പക്ഷേ ആ പുഴു അത്രയും ദിവസം അതിനകത്തിരിക്കുന്നതിന് അർത്ഥം കാണുന്നില്ലായിരിക്കാം. എന്തിനതിരിക്കണം? ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരവില്ല. അതിനെ സൃഷ്ടിച്ച ദൈവത്തിന് വേണമെങ്കിൽ നേരെ അങ്ങോട്ട് പൂമ്പാറ്റയായിട്ട് ജനിപ്പിക്കാൻ പാടില്ലായിരുന്നു, സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു. എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് അതിനെ അങ്ങനെയൊക്കെ ആ വഴിയിലൂടെ കൊണ്ടുപോകുന്നത്? നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമുക്കെന്തെങ്കിലും അറിയാവോ? നമ്മൾ നടക്കുകയില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് തനിയെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളെ സംരക്ഷിക്കുന്ന സ്നേഹനിധികളായ നമ്മുടെ മാതാപിതാക്കളുണ്ട്. എന്തോ ഒരു സ്നേഹത്തോടെയാണ് അവർ നമ്മളെ കൊണ്ടു നടക്കുന്നത്. ഒരു കഴിവുമില്ലാത്തവർ. വീടുകളിലൊക്കെ ചിലപ്പോൾ ജന്മനാ തന്നെ വൈകല്യങ്ങളോടെ ജനിക്കുന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികളെ എത്രയോ സ്നേഹത്തോടെയാണ് അവർ കൊണ്ടു നടക്കുന്നത്. ആ മാതാപിതാക്കൾ ഇവർ വികലാംഗരാണല്ലോ എന്ന് കരുതി അവരോടുള്ള സ്നേഹത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തുന്നുണ്ടോ? എത്രയോ പേര് തങ്ങളുടെ വികലാംഗരായ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ വീട്ടിൽ തന്നെ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ഇപ്രകാരം ഈ ദുഃഖശനിയാഴ്ച, കൊറോണ വൈറസ് മൂലം നമ്മളായിരിക്കുന്ന ദുഃഖശനിയാഴ്ച അനുവദിച്ചതിന് അർത്ഥമുണ്ട് എന്ന് കരുതുക. ദൈവത്തിൻ്റെ സ്നേഹം കൂടുതലായിട്ട് ഈ അവസരത്തിൽ നമ്മളിലേക്ക് ചൊരിയപ്പെടുമെന്നുള്ളത് സംശയലേശമന്യേ നമുക്ക് പറയാൻ കഴിയും. ഈ ദുഃഖശനിയാഴ്ച ആ ശിഷ്യന്മാരോട് കർത്താവ് തന്നെ ചോദിച്ചതുപോലെ, ഭോഷന്മാരെ, നിങ്ങൾക്ക് എന്താ മനസ്സിലാകാതെ പോകുന്നത്? നിങ്ങളുടെ ബുദ്ധി മന്ദീഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ മനസ്സ്, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ മൂടപ്പെട്ടതാണ്. ഈ കണ്ണുകൾ മൂടപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മുടെ മുൻവിധികൾ, നമ്മുടെ തെറ്റായ ധാരണകൾ, നമ്മൾ ദൈവത്തെക്കുറിച്ച് വച്ച് പുലർത്തുന്ന തെറ്റായ ചില ധാരണകളുണ്ട്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ അല്ലെങ്കിൽ പ്രതിമയിൽ അവിടെ നമ്മൾ ചിലപ്പോൾ സാരി ചുറ്റും, കിരീടം വയ്ക്കും, വേണമെങ്കിൽ ഒരു കൊന്ത കൊണ്ടയിടും, പൂമാലയിടും, സ്വർണത്തിൻ്റെ കിരീടം, പട്ടിൻ്റെ സാരി. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? നമ്മൾ അമ്മയുടെ സ്വഭാവം മനസ്സിലാക്കാതെ, അമ്മയുടെ സ്വഭാവം ഉൾക്കൊള്ളാതെ, നമ്മളുടെ സ്വഭാവം അമ്മയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ കണ്ണുകൾ പലപ്പോഴും ഈ പട്ടുകൊണ്ട് സ്വർണം കൊണ്ടുമൊക്കെ മൂടിയിരിക്കുകയാണ്. നമ്മൾ ഈശോയെയും യോസേപ്പ് പിതാവിനെയും മാതാവിനെയും ഒക്കെ കിരീടം ധരിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമ്മളെപ്പോലെ തന്നെ അവരും ഈ സ്വർണത്തോടും കിരീടത്തോടും സ്ഥാനമാനത്തോടുമെല്ലാം താല്പര്യമുള്ളവരാകണം. അതങ്ങനെ തന്നെയാണ്. നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, ഉള്ളിലുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ മേൽ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഈ ദുഃഖശനിയാഴ്ച ഓർക്കേണ്ട കാര്യം ഇതാണ്. അവൻ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല വരുന്നത്. അവൻ വരുന്നത് വേറെ രീതിയിലാണ്. അവനെക്കുറിച്ച് പ്രവാചകന്മാർ മുഖേന കർത്താവായ ദൈവം വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്താണ് ചെയ്യേണ്ടത്? അവനെ അറിയാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഈ പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ വായിച്ചു നോക്കണം. എന്നിട്ട് നമ്മുടെ മുൻവിധികളില്ലാതെ, നമ്മുടെ നിറം പിടിപ്പിച്ച കണ്ണടകളില്ലാതെ അതൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും. പലപ്പോഴും മനുഷ്യന് കണ്ണടകൾ വെച്ചിട്ടാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്, ഈശോയെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ പള്ളികൾ പണിയണമെന്ന് തോന്നുന്നത്. ഈശോ എന്തെങ്കിലും അത്തരം പള്ളികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ഇന്ന് കാണുന്ന വലിയ സംവിധാനങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ അതെല്ലാം ഇതിനാവശ്യമാണ് എന്നുള്ള ചിന്തയിൽ നമ്മൾ പോവുകയാണ്. ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞ കാര്യം ഓർക്കുക. സ്ത്രീയെ ആ മലയിലോ ഈ മലയിലോ അല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്, അത് ആത്മാവിലും സത്യത്തിലുമാണ്, അല്ല സത്യത്തിലും ആത്മാവിലുമാണ്. യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞാൽ അതാണ്. സങ്കീർത്തനം 51 പറയുന്നത് എന്താണ്? വിനയമുള്ള മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ബലി എന്ന് പറയുന്നത്. വിനയമുള്ള മനസ്സ്,
സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 13-ാം വാക്യം പറയും, എന്താണ് ദൈവഭക്തി എന്ന്? തിന്മയെ വെറുക്കുന്നതാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ദുഃഖശനിയാഴ്ചകൾ ഇനിയും വരും. ദുഃഖശനിയാഴ്ചകൾ വരുന്നു എന്ന് വിചാരിച്ച് അതിനപ്പുറത്തൊരു ഉയർപ്പില്ല എന്ന് കരുതരുത്. ഇത് ഉയർപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണിത്. ദൈവത്തിന് ദൈവത്തിൻ്റെതായ സമയമുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന സമയത്തല്ല ഉയർപ്പ് വരിക. അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായ്ക്ക് എന്താ പറ്റിയത്? പ്രായമേറെയായി, കുട്ടിയില്ല. യഹൂദരെ സംബന്ധിച്ചിടത്തോളം കുട്ടിയില്ലാത്ത സ്ത്രീ, പ്രസവിക്കാത്ത സ്ത്രീ, വന്ധ്യയായ സ്ത്രീ ദൈവത്താൽ ശപിക്കപ്പെട്ടവളാണ്. അങ്ങനെ നീറി കഴിയുന്ന സാറ പറയുന്നു അബ്രാഹത്തോട്, എൻ്റെ ദാസി നിനക്ക് തന്നേക്കാം, അവളെ പ്രാപിച്ച് കുഞ്ഞുണ്ടാവട്ടെ, ആ കുഞ്ഞ് എൻ്റേതായിരിക്കും. നിയമം അനുസരിച്ച് അന്ന് അങ്ങനെയാണ്. അത് അന്നത്തെ നിയമത്തിൽ അനുവദനീയമാണ്. മനസ്സില്ലാ മനസ്സോടെയാണ് സാറായെ അബ്രാഹം കേൾക്കുന്നത്, അല്ലെങ്കിൽ സാറായുടെ അഭിപ്രായം സ്വീകരിക്കുന്നത്. പക്ഷേ എന്ത് പറ്റി? കുഞ്ഞ് ജനിച്ചു. അവൻ നല്ല മിടുക്കനായ ഇസ്മായേൽ. അവൻ കളിച്ച് നടക്കുന്നത് കാണുമ്പോൾ സാറായ്ക്ക് അസൂയ കയറി. മാത്രമല്ല, തൻ്റെ കുഞ്ഞ് താൻ പ്രസവിച്ചു എന്നുള്ളത് കൊണ്ട് ഹാഗാറിന് അല്പം അഹങ്കാരവും കയറി. പിന്നീടാണ് ദൂതന്മാർ വന്ന് പറയുന്നത്, അബ്രാഹമേ, നിനക്കൊരു കുഞ്ഞ് ജനിക്കും. സാറ ഗർഭിണിയാകും. ഗർഭിണിയായി, കുഞ്ഞുണ്ടായി, സഹാഗ് ജനിച്ചു. അവസാനം എന്ത് പറ്റി? സാറ പറയുന്ന അബ്രാഹത്തോട്, ഇവരെ രണ്ടുപേരെയും പുറത്താക്കണം, ഹാഗാറിനെയും ഇസ്മായിലിനെയും. ഒരപ്പൻ്റെ ഹൃദയത്തിൽ കൂരമ്പ് കയറുന്നത് പോലെയാണത്. ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ്, നിൻ്റെ കുഞ്ഞിനെ നീ ഉപേക്ഷിക്കണം. സാറ ഒരല്പം കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ദൈവത്തിൻ്റെ സമയമുണ്ട് ഓരോ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട്. നമ്മൾ പറയുന്ന സമയത്ത് നിർവഹിച്ച് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ദുഃഖ ശനിയാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ കാത്തിരിപ്പുകളുടെ പ്രതീകമാണ്. ഉയർപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പുകളുടെ പ്രതീകം. അത് പലപ്പോഴും അനിശ്ചിതത്വം നിറഞ്ഞതാണ്, അസ്വസ്ഥത നിറഞ്ഞതാണ്. നമ്മൾ പിന്നെ മീൻ പിടിക്കാനൊക്കെ പോകും, എല്ലാം അവസാനിച്ചു, മീൻ പിടിക്കാൻ പോവുകയാണ്, എമ്മാവുസിലേക്ക് തിരികെ പോവുകയാണ്. ഇനി അവൻ്റെ കാര്യം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, പട്ടിണി കിടക്കാവുന്നേ ഉള്ളൂ. പിന്നീട് നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. പന്തക്കുസ്താ ദിവസമാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താണ് ഈ നടന്നതെല്ലാമെന്ന്. അപ്പോഴേക്കുമാണ് അവർക്ക് ബുദ്ധി തെളിഞ്ഞത്. ധൂർത്തപുത്രനെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവന് പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നകന്ന് ആ പന്നിക്കൂട്ടിൽ ഒന്നും തിന്നാനില്ലാതെ കിടന്നപ്പോഴാണ് സുബോധമുണ്ടായത്. നമുക്ക് പലപ്പോഴും ഇല്ലായ്മയുടെ നടുവിലാണ് സുബോധമുണ്ടാവുക. ഇല്ലാതെ വരുമ്പോഴാണ് വിലയറിയുക. ഇപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ കുറേയൊക്കെ നമ്മൾ സാധനങ്ങൾ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടാകും, അരിയും കറി വെക്കാനുള്ള സാധനങ്ങളും എല്ലാം. പക്ഷെ നമ്മൾ ഓർക്കണം, കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഈ ലോക്ക്ഡൗൺ നീളുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്കിൻ്റെ അളവ് കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രമേണ നമ്മൾ അളവ് കുറയ്ക്കും. 2 കറി വെച്ചിരുന്നിടത്ത് നമ്മൾ ഒരെണ്ണമാക്കും. അതുപോലെ ഓരോ കാര്യവും പിന്നെ നമ്മൾ സൂക്ഷിക്കാൻ തുടങ്ങും. എന്തിനാണിത്? ഇത് നേരത്തെ തന്നെ ആകാമല്ലോ, അത് കുഴപ്പമൊന്നുമില്ല. ദൈവം നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. നിനക്ക് ഇങ്ങനെയും ജീവിക്കാം. ഈ മുമ്പ് പറഞ്ഞത് അല്ലെങ്കിൽ നീ മുമ്പ് നടന്നതുപോലെ നടക്കണമെന്നില്ല. നിൻ്റെ അടുത്ത് പണമുണ്ട്, പക്ഷേ അത് നീ മുഴുവൻ ചിലവാക്കണം നിർബന്ധമൊന്നുമില്ല. അത് ചിലവാക്കാതെ നിനക്ക് ജീവിക്കാൻ പറ്റും. ഇന്നിപ്പോൾ നമുക്കറിയാം, പണം പലരുടെയും കയ്യിലുണ്ട്, പക്ഷെ വാങ്ങാൻ സാധനമില്ല, അല്ലെ വാങ്ങാനായിട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് മുമ്പോട്ട് നയിക്കുന്ന ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മളെല്ലാം എന്ന് ഓർക്കുക. നമ്മളത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും, ഒരാൾ പറയുക ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ ദൈവം ഇല്ലാതാകുകയല്ല. ദൈവമുണ്ട്, പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം ദൈവമില്ല. ആയിക്കോട്ടെ, അയാൾ അങ്ങനെ വിശ്വസിച്ചോട്ടെ. പക്ഷേ ക്രൈസ്തവ വിശ്വാസികളായ നമുക്ക് ആ ഒരു ചോദ്യം ചോദിക്കാൻ അവകാശമില്ല. ഈ കല്ലറയിൽ കിടക്കുന്ന കർത്താവ് ചോദിക്കുകയാണ്, യേശു ചോദിക്കുകയാണ്, എന്തുകൊണ്ട് പിതാവ് എന്നെ ഇപ്പം തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചില്ല? അതങ്ങനെയല്ല. ഈ ലോകത്തിന് വലിയൊരു പാഠം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വന്നത്. എന്തിനാണ്? ഈ ലോകത്തെ രക്ഷിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. കർത്താവ് നമുക്കറിയാം, നമ്മളെയാണ് ആ ദൗത്യം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ശരീരത്തെ, ആ തിരുസഭ അല്ലെങ്കിൽ ശിഷ്യസമൂഹത്തെയാണ്
കർത്താവ് ആ ദൗത്യം ഫലമേൽപ്പിച്ചിരിക്കുന്നത് കാലാകാലങ്ങളിൽ വരുന്ന ജനതയ്ക്ക് നമ്മളിലൂടെ അവിടുത്തെ ആ രക്ഷ കൈവരണം. അവിടുന്ന് ചെയ്തതുപോലെ തന്നെ നമ്മളും ചെയ്യണം. അതിനൊരു മാർഗം അവിടുന്ന് പറഞ്ഞു തന്നു. ആ അന്ത്യത്താഴ് വേളയിൽ അപ്പം മുറിച്ച് കൊടുത്തിട്ട് ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ഈശോ പറഞ്ഞതെന്താണ്? നിങ്ങളെ ഞാൻ ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിടുന്നത് കേവലം അപ്പം മുറിച്ച് തിന്നാനല്ല, നേരെ മറിച്ച് ഞാൻ എൻ്റെ ശരീരം, ഈ അപ്പമാകുന്ന ശരീരം മുറിച്ച് തന്നതുപോലെ തന്നെ നിങ്ങളാകുന്ന നിങ്ങളുടെ ശരീരങ്ങൾ, ഈ സഭാശരീരം മറ്റുള്ളവർക്കായി മുറിച്ച് നൽകപ്പെടണം. നമ്മൾ ഇപ്പോൾ ഈ COVID-19 ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ആശുപത്രികളൊക്കെ പലതും വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്തിന്? ഒന്നുകിൽ ആ രോഗികളെ ചികിത്സിക്കാൻ, അല്ലെങ്കിലോ സർക്കാരിൻ്റെ ആശുപത്രിയിൽ ആ രോഗികളെ ചികിത്സിക്കുമ്പോൾ അവിടെ സാധാരണ വരുന്ന മറ്റ് രോഗികളെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ കുറേ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരം മുറിച്ച് നൽകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ കല്ലറയിൽ ഇങ്ങനെ മിണ്ടാതെ കിടക്കുന്ന യേശു മരിച്ചു പോയവനാണ് എന്ന് നമ്മൾ കരുതേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ ഒരു മാർഗം പഠിപ്പിച്ചു തരികയാണ് ദൈവം. ഇപ്രകാരം നമ്മളോട് പറയുകയാണ്, എൻ്റെ പുത്രൻ കടന്നുപോയ ഈ മാർഗം, ആ മാർഗത്തിലൂടെ നിങ്ങൾ ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലോകത്തെ വീണ്ടും സ്വർഗമാക്കി മാറ്റാൻ പറ്റും. നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നതല്ലേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണമെന്നല്ല, അതങ്ങനെ തന്നെയാണ്, അവിടെ നിറവേറും, അതങ്ങനെ തന്നെ നിറവേറും. നേരെ മറിച്ച് നമ്മളുടെ ദൗത്യം എന്താണ്? അങ്ങയുടെ രാജ്യം ഇവിടെ വരണം, ഇവിടെ അങ്ങയുടെ തിരുമനസ്സ് നിറവേറണം. അതിനാരാ മുൻകൈ എടുക്കേണ്ടത്? നമ്മളാണ്. നമ്മൾ മുൻകൈ എടുക്കുമ്പോഴാണ് അതങ്ങനെ ആയിത്തീരുക. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. അതിനാണ് നമ്മൾ പറയുന്ന എല്ലാ ലോകത്തും നമ്മളുണ്ടാകണം, എല്ലാ ലോകത്തും നമ്മളുണ്ടാകണം. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന സമൂഹമായി ലോകം മുഴുവൻ മാറുമ്പോൾ ഇത് ദൈവത്തിൻ്റെ രാജ്യമായി മാറും. പരസ്പരം കലഹിക്കാത്ത ലോകം, പരസ്പരം വഴക്കടിക്കാത്ത മനുഷ്യർ, മോഷ്ടിക്കാത്ത മനുഷ്യർ, അങ്ങനെയായി തീരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോകം സ്വർഗമായി തീരുകയല്ലേ, ദൈവത്തിൻ്റെ രാജ്യം വരികയല്ലേ ചെയ്യുന്നത്. അതുതന്നെയാണ് നമ്മുടെ ദൗത്യം. പക്ഷേ നിർഭാഗ്യവശം നമുക്കറിയാം, നമ്മൾ ഈ ആഭ്യന്തര കലഹത്തിൻ്റെയും എല്ലാം നടുവിലാണ്. നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഇത് ക്രൈസ്തവമല്ല. നിൻ്റെ സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ തീ നരകത്തിന് അർഹനാകും എന്ന് പറഞ്ഞവൻ്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ കേവലം ഒരു സമുദായമായിട്ട്, ഒരു വോട്ട് ബാങ്കായിട്ട്, സമുദായ ശക്തിയായി നിലകൊണ്ടുകൊണ്ട് എല്ലാവരെയും എതിർക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നിലപാടുകൾ അംഗീകരിക്കാത്തവരെല്ലാം എതിർക്കുകയും ചെയ്യുന്ന ഒരു സമുദായ ശക്തിയായിട്ട് നിലകൊള്ളുക എന്നുള്ളതല്ല ക്രൈസ്തവരുടെ ദൗത്യമെന്ന് മനസ്സിലാക്കുക. കർത്താവിനെ കുരിശിൽ കിടന്നപ്പോൾ വഴിയെ പോയവരെല്ലാം വെല്ലുവിളിച്ചു, ഇറങ്ങി വാടാ. മറ്റുള്ളവരെ രക്ഷിച്ചവൻ അവന് സ്വയം രക്ഷിക്കാൻ പറ്റുന്നില്ല, ഇറങ്ങി വന്നില്ല. വെല്ലുവിളി സ്വീകരിച്ചൊന്നുമില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ കിടക്കാനായിട്ട് ഈശോയ്ക്ക് ഇറങ്ങിപ്പോരാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, കഴിവുണ്ടായിട്ടും അവിടെ കിടക്കുക എന്നുള്ളത് ബലവാൻ്റെ അടയാളമാണ്. എന്നെ തെറി വിളിക്കുമ്പോൾ എനിക്ക് നല്ല രണ്ടെണ്ണം തിരിച്ചു പറയാനായിട്ട് നന്നായിട്ടറിയാം. പക്ഷേ പറയാതിരിക്കുമ്പോഴാണ് ഞാൻ ബലവാനാകുന്നത്. എപ്പോഴാണ് ഞാൻ ബലഹീനനാകുന്നത്? അപ്പോഴാണ് ഞാൻ ബലവാനാകുന്നത്. ഈ ക്രൈസ്തവരുടെ ജീവിത ദർശനം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ദർശനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതാണ് അതിൻ്റെ യുണീക്നെസ്, അല്ലെങ്കിൽ ഏകത്വം എന്ന് പറയത്തില്ലായിരിക്കും, അതിൻ്റെ അനന്യത എന്ന് വേണം നമുക്ക് പറയാം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അനന്യത അതാണ്. ഈ ലോകത്തിന് അനുരൂപപ്പെടാതിരിക്കുക. ഈ ലോകത്തിന് അനുരൂപപ്പെടുന്നവരിതിനെ വീണ്ടും എന്താക്കും? നരകമാക്കി മാറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈ ദുഃഖ ശനിയാഴ്ചകൾ ഇനിയും വരും. നമ്മുടെ ജീവിതത്തിൽ അനേകം ദുഃഖ ശനിയാഴ്ചകളുണ്ടാകും. പക്ഷെ അവൻ ഉറങ്ങുകയൊന്നുമല്ല, അവൻ ഉയർത്തെഴുന്നേൽക്കും. ഈ ദുഃഖ ശനിയാഴ്ചകൾക്കെല്ലാം മഹത്വീകൃതമായ ഒരു ഭാവിയുണ്ട്, ഉയർത്തെഴുന്നേൽക്കാനുള്ളൊരു ഭാവി. പിന്നെ അവനൊരിക്കലും മരണമില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവന് മരിക്കാൻ പറ്റില്ല. അവൻ ദൈവത്തെങ്കിലും പിതാവിൻ്റെ പക്കലേക്ക് പോയി കഴിഞ്ഞു. പക്ഷേ അവൻ അങ്ങനെ പോവുകയല്ല ചെയ്തത്, നമ്മളോടൊപ്പമുണ്ട്, നമ്മളോടൊപ്പം ലോകാവസാനം വരെയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തിൽ എല്ലായിടത്തും പോയിട്ട് ഇത് പഠിപ്പിക്കണം, എല്ലാവരെയും ഇങ്ങനെയാക്കി തീർക്കണം. അങ്ങനെ ഈ ലോകത്തെ വീണ്ടും നമ്മൾ
സ്വർഗത്തിന് സമാനമാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മളിന്ന് ദുഃഖശനിയാഴ്ച പള്ളിയിലൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു പള്ളി ആണോ? നേരെ മറിച്ച് ക്രിസ്തുവല്ലേ? ക്രിസ്തുവാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. അത് വീട്ടിലുമാകാം. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ, നമ്മുടെ യാമപ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ, നമ്മൾ 2-3 പേര് അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ, അതായത് സ്നേഹത്തിൽ വസിക്കുമ്പോൾ, സ്നേഹത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മളോടൊപ്പമുണ്ട്. യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. ക്രൈസ്തവർ ഏത് ലോകത്തിൽ ചെന്നാലും അവിടെ എല്ലാവർക്ക് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ ഏതാനും ദിവസം പള്ളിയിൽ പോയില്ല എന്ന് വിചാരിച്ച് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആട്ടി ഓടിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു പക്ഷേ ശീലിച്ചിട്ടില്ലായിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ വചനത്തിലേക്ക് മടങ്ങുക. ഈ വചനത്തിൽ നിങ്ങൾക്ക് നിരന്തരമായിട്ട് രക്ഷകനെ കണ്ടെത്താൻ പറ്റും. ആ രക്ഷകനെ നമ്മൾ കൂടെ കൊണ്ട് നടക്കുക. അതുപോലെ തന്നെ സ്നേഹത്തിൽ നമ്മൾ രക്ഷകനെ കണ്ടെത്തുക. പരോപകാര പ്രവൃത്തികളിൽ നമ്മൾ രക്ഷകനെ കണ്ടെത്തുക. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയും: ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതല്ലേ നിത്യജീവൻ? അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെ അറിയുക, ഏകസത്യദൈവമായ അവിടുത്തെ അറിയുക. അപ്പോൾ ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുത്തെ ആ ഐക്യപ്പെട്ടവനെയും അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതേക്കുറിച്ചൊരു ചെറിയ വാചകം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അത് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. 22-ാം അധ്യായത്തിൽ ജെറമ്യാ പ്രവാചകനിലൂടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവിടെ പറയുന്നത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. പക്ഷേ അത് ഒരു പ്രവചനമാണ്. പറയുകയാണ്: നിന്റെ പിതാവ് ജീവിതം ആസ്വദിച്ചില്ലേ? അവൻ നീതിയും ന്യായവും നടത്തുകയും ചെയ്തു. അതുകൊണ്ട് അവന് എല്ലാം ശുഭമായിരുന്നു. അവൻ ദരിദ്രർക്കും അഗതികൾക്കും ന്യായം നടത്തി കൊടുത്തു. അന്നെല്ലാം ഭംഗിയായിരുന്നു. എന്നെ അറിയുക എന്നാൽ ഇത് തന്നെയല്ലേ? എന്താണ് ഈശോയെ അറിയുക എന്ന് പറഞ്ഞാൽ, ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ? അവൻ ദരിദ്രർക്കും അഗതികൾക്കും ന്യായം നടത്തി കൊടുത്തു. അന്നെല്ലാം നന്നായിരുന്നു. എന്നെ അറിയുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ? പ്രിയമുള്ളവർ, നമ്മൾ ഓർക്കുക, ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അറിവ് എന്ന് പറയുന്നത് പുസ്തകത്തിൽ നിന്നുള്ള അറിവല്ല. നേരെ മറിച്ച് ഇവിടെ അഗതികൾക്കും അശരണർക്കുമെല്ലാം ന്യായം നടത്തി കൊടുക്കുന്ന ആ ഒരു സ്വഭാവം. ഇനി വരാനിരിക്കുന്നവൻ നീ തന്നെയാണെന്ന് ചോദിക്കാനായിട്ട് യോഹന്നാൻ മാംദാനയുടെ ശിഷ്യന്മാരെ അദ്ദേഹം പറഞ്ഞു വിടുന്നുണ്ട് ഈശോയുടെ അടുത്ത്. അവർ വന്നിട്ട് ചോദിക്കുന്നു: ഗുരു, ഞങ്ങളിനി വേറെ വല്ലവരും കാത്തിരിക്കണമോ? അതോ നീ തന്നെയാണോ വരാനിരിക്കുന്നവൻ? ഈശോ പറഞ്ഞത് ആണെന്നോ അല്ലെന്നോ അല്ല, നേരെ മറിച്ച് നിങ്ങൾ കാണുന്നതെല്ലാം പോയി പറയുക. മുടന്തന്മാർ നടക്കുന്നു, കുരുടന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. പ്രവാചകനിലൂടെ അരുളി ചെയ്ത കാര്യമാണിതെല്ലാം. അപ്പോൾ ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന രക്ഷകൻ്റെ അടയാളമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രക്ഷകനെ അറിയുക എന്ന് പറഞ്ഞാൽ ഈ രക്ഷകൻ ചെയ്ത അതേ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് തന്നെയാണ്. വെള്ളം വീഞ്ഞാക്കിയതും 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തിപ്പെടുത്തിയതും ലാസറിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതെല്ലാം അടയാളങ്ങളാണ്. എന്തിൻ്റെ അടയാളങ്ങൾ? യഥാർത്ഥ രക്ഷകൻ ആണ് ഇവൻ. ആ നസ്രത്തിലൂടെ നടന്ന ആശാരി ചെറുക്കൻ അവൻ രക്ഷകനാണെന്നും അവൻ്റെ വഴിയാണ് ഏക വഴിയെന്നും മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ്. ലാസറിനെ ഉയർപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ ജീവിതത്തിലേക്ക് വീണ്ടും ജീവൻ കൊടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ തന്നെ പറയുന്നുണ്ട്, കർത്താവ് ഒരു ആത്മകഥം പോലെ പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ പറയുന്നതെല്ലാം നീ കേൾക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇതിപ്പോൾ ഞാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ചുറ്റും നിൽക്കുന്നവർ മനസ്സിലാക്കണം നീ എന്നെ അയച്ചത് നീയാണെന്ന്, ഞാൻ രക്ഷകനാണെന്ന് ഇവർ മനസ്സിലാക്കണം. അങ്ങനെ അവരെല്ലാവരും, അവിടെ വന്ന യഹൂദന്മാരിൽ പലരും, ഏറെ പേര് അവനിൽ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. ഈ ലാസറിനെ വീണ്ടും ജീവൻ കൊടുത്ത് തിരികെ കൊണ്ടുവന്നതുകൊണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അവൻ പ്രവർത്തിച്ച ആദ്യത്തെ അടയാളം കണ്ട് ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ടാണ് മറ്റുള്ളവർ വിശ്വസിക്കേണ്ടത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ രക്ഷകരാണ് എന്ന്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സംസാരം, നമ്മുടെ മനോഭാവം അത് കണ്ടിട്ട് ആളുകൾ പറയണം, ഇവരാണ്
യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ രക്ഷകരെ എന്ന്. അതാണ് നമ്മൾ ഈ ദുഃഖ ശനിയാഴ്ചയും ചിന്തിക്കേണ്ട ഒരു കാര്യം. വേവലാതിപ്പെട്ട് നടക്കുകയല്ല, അന്ധകാരത്തിൽ പോകുന്ന പോലെ തപ്പിത്തടയുകയല്ല, പ്രകാശത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ആ പ്രകാശം നമ്മളിൽ ഓരോരുത്തരിലും വന്നുദിക്കട്ടെ. അപ്പോൾ നമുക്ക് ആ ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. നമ്മുടെ ബാഹ്യമായ ചുറ്റുപാടുകൾ എന്തുമായിക്കൊള്ളട്ടെ, ഭയപ്പെടേണ്ട കാര്യമില്ല, അവൻ നമ്മളോടൊപ്പമുണ്ട്.